തിരുവനന്തപുരം കഠിനകുളത്ത് ആതിര എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ആതിരയോടൊപ്പം താമസിക്കാൻ പ്രതി യുവതിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു. ബന്ധത്തിനെ കുടുംബം എതിർക്കുകയും ആതിര ആവശ്യം നിരസിക്കുകയും ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി വ്യക്തമാക്കി. പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കഴുത്തറുത്തു കൊന്ന പ്രതി ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് ഇയാളെ ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടതോടെയാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത്. തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ രാവിലെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിലും ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ചു പോയ റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ആതിരയും ജോൺസണും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയമാണ് സ്നേഹബന്ധത്തിൽ എത്തിച്ചതെന്നും തുടർന്ന് കൂടെ താമസിക്കാൻ ആതിര എതിർപ്പ് കാട്ടിയതിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി പറഞ്ഞു. ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശ കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു. സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാവത്തിനെ തുടർന്നാണ് കിടപ്പുമുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആതിരയും ജോൺസണുമായുള്ള ബന്ധം കുടുംബത്തിന് അറിയാമായിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ മാസം 21-നാണ് ആതിരയെ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.